കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. വയോധികയായ മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ മകനെ ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. കൽപ്പകഞ്ചേരി, ചെറുവന്നൂർ, വളവന്നൂർ, വാര്യത്ത് മൊയ്തീൻകുട്ടിയെയാണ് മഞ്ചേരി 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി M. തുഷാർ ശിക്ഷിച്ചത്. പ്രതി പിഴയടക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. 2016 മാർച്ച് 21 വൈകിട്ട് 6:30-ക്കാണ് കേസിനാസ്പദമായ സംഭവം. വാര്യത്ത് അബ്ദുറഹിമാന്റെ ഭാര്യ പാത്തുമ്മയാണ് കൊല്ലപ്പെട്ടത്. പാത്തുമ്മയുടെ ഏക മകനാണ് പ്രതി. പിതാവിന്റെ പേരിലുള്ള സ്വത്ത് വിറ്റ ശേഷം സ്വന്തം പേരിൽ വസ്തു വാങ്ങിയ മൊയ്തീൻകുട്ടി വയോധികയായ മാതാവ് പാത്തുമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. തുടർന്ന് പല വീടുകളിലായി താമസിച്ചു വരികയായിരുന്ന പാത്തുമ്മ മകനിൽ നിന്നും ചെലവിന് കിട്ടണമെന്നാവശ്യപ്പെട്ട് തിരൂർ കുടുംബക്കോടതിയെ സമീപിച്ചു. കോടതി കേസ് അദാലത്തിലേക്ക് വെച്ചു. അദാലത്തിൽ ഇരുവരും ഹാജരാവുകയും മേലിൽ മാതാവിനെ സംരക്ഷിക്കാമെന്ന കരാറുണ്ടാക്കി മൊയ്തീൻകുട്ടി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് മടങ്ങും വഴി ചോലക്കൽ ഇടവഴിയിൽ വെച്ച് മൊയ്തീൻകുട്ടി മാതാവിനെ കത്തിക്കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൽപ്പകഞ്ചേരി സബ് ഇൻസ്പെക്ടറായിരുന്ന K. വിശ്വനാഥൻ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന KG സുരേഷാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C. വാസു, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ C. ബാബു എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സബിത പ്രോസിക്യൂഷനെ സഹായിച്ചു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി 27 സാക്ഷികളെയും 21 രേഖകളും 27 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രതിയുടെ നഖം രാസപരിശോധനക്കയച്ച് കിട്ടിയ റിപ്പോർട്ടിൽ പാത്തുമ്മയുടെയും മൊയ്തീന്റെയും രക്തമുള്ളതായി തെളിഞ്ഞതാണ് കേസിൽ വഴിത്തിരിവായത്. രണ്ടാം സാക്ഷി കരീമും കൊല്ലപ്പെട്ട പാത്തുമ്മയ്ക്കു വേണ്ടി തിരൂർ കുടുംബക്കോടതിയിൽ ഹാജരായിരുന്ന അഡ്വക്കേറ്റ് ഇസ്മായിലിന്റെയും മൊഴികൾ കേസിൽ നിർണായകമായി. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.